കോതമംഗലം മൂന്നുകൽ ശാന്ത കൊലപാതകത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. മൃതദേഹം കണ്ടെത്തിയ വീട്ടിലും പരിസരത്തും നടത്തിയ പരിശോധനയിൽ നിർണായകമായതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ലാൽ പോലീസിന്? രമേഷ്, ഈ മൃതദേഹം കണ്ടെടുത്ത് 22-ാം തീയതി കോതമംഗലത്ത് വെച്ചാണ് രാജേഷിന്റെ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആകുന്നത്. അതിനുശേഷം രാജേഷ് എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ച് ഏകദേശ ധാരണ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. അത് പെരുമ്പാവൂർ വഴിയുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാന്തയുടെ ഫോണും രാജേഷിന്റെ ഫോണും രാജേഷിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പോലീസിന്റെ അനുമാനം. പക്ഷേ ഫോൺ ഇതുവരെ രാജേഷ് ഓൺ ചെയ്തിട്ടില്ല. മാത്രമല്ല, അടുത്ത ബന്ധുക്കളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനും നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സംസ്ഥാനം വിട്ട് രാജേഷ് പോയിട്ടില്ല എന്ന അനുമാനത്തിൽ തന്നെയാണ് പോലീസ്. രാജേഷിനെ പിടികൂടുന്നതിന് മുൻപായി മറ്റ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിനാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതായത് കൊല്ലാൻ ഉപയോഗിച്ച മറ്റ് ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഈ കൊല നടത്തിയ സ്ഥലം ഏതാണ്, കൊന്ന ശേഷം ഇവിടേക്ക് കൊണ്ടുവന്നതാണോ എന്നീ കാര്യങ്ങളിലെല്ലാം പ്രാഥമികമായി പരിശോധന നടത്തി ഒരു തെളിവ് ശേഖരണം നടത്തുക എന്ന രീതിയിലാണ് അന്വേഷണം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് രാജേഷ് രക്ഷപ്പെടാനും ശാന്തയെ കൂട്ടിക്കൊണ്ടുപോകാനും ഉപയോഗിച്ചൊരു കാറ് കണ്ടെത്തിയത്. അത് കോതമംഗലത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിൽ ഫോറൻസിക് പരിശോധന നടത്താം എന്നുള്ളതാണ് തീരുമാനം. അതായത് ഈ കാറിൽ വെച്ചാണ് കൃത്യം നടന്നിരിക്കുന്നത്, കാറിൽ നിർണായകമായ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്ന കാര്യങ്ങൾ കൂടിയാണ് പരിശോധിക്കുന്നത്. നിലവിലുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. ഇയാളെ കണ്ടെത്തുന്നതിന് പുറമെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ, കൂട്ടുപ്രതികളുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. നമ്മൾ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ കേസ് അധികം നീണ്ടു പോകില്ല എന്നൊരു സൂചന അവർ നൽകുന്നുണ്ട്. അതായത് ഇവരുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിലുള്ള ഏതോ ഒരു ഏരിയയിൽ തന്നെ രാജേഷിനെ അവർ ട്രേസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവർ പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. അതിന് മുന്നോടിയായി തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് തെളിവുകൾ കൂടി കയ്യിലാക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്ന തന്ത്രത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ശരി. കോതമംഗലം മൂന്നുകൽ കൊലപാതകത്തിൽ പ്രതി രാജേഷിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.